ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിനായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒരു 15 to 20 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കത് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സോസും കൂടെ തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു തക്കാളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വറ്റൽമുളക്, ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തക്കാളിയുടെ സ്കിന്നൊക്കെ പൊളിഞ്ഞ് വരുന്ന ഒരു ടൈം വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ടൊമാറ്റോ സോസ് കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞരടി കൂട്ടിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് മിക്സിയിൽ അരച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പുപൊടിയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ വീഡിയോയിൽ അത് മിസ്സാണ്. അതിനുശേഷം ഈ ചിക്കൻ കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില വതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി കൂടെ റെഡി ആയിട്ടോ. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. സൂപ്പറായിരുന്നു. പിറ്റേ ദിവസത്തേക്കാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നുകൊണ്ടായിരിക്കും. അപ്പം ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.